നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജ്ഞാനമാല യോഗം. അതായത് ഇന്നലെ നമ്മൾ ജ്ഞാനയോഗത്തെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നിങ്ങൾ അറിയുന്നത് ജ്ഞാനമാല യോഗം. ജ്ഞാനമാല എന്നാൽ, ജ്ഞാനം എന്നത് നമ്മുടെ തുടർച്ചയായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ അറിവുകൾ ഒരു മാല പോലെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിന്റെ പേര് ജ്ഞാനമാല. അതായത് ഓം എന്ന അകര ഉകര മകരം, ആ ഉ മാ എന്ന 3 ശബ്ദങ്ങൾ സിമ്പിളായിട്ട് എന്ത് പറയാം, ചേർന്ന് കൊണ്ട് ഒരു രൂപമായി മാറി, ഒരു പ്രകാശമായി മാറി, അത് ശക്തി രൂപേണ പ്രതിഫലിച്ച് പിന്നെ അത് ഇലക്ട്രിക് പവർ, അതായത് മിൻകാന്ത ശക്തികളെ, മിൻസാരവും കറണ്ടും കാന്തിക വലയം, കാന്തിക തരംഗങ്ങളെയും ഉണ്ടാക്കി അണ്ടത്തിലും പിണ്ടത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ഈ ശരീരത്തിലെ 16 കലകൾ, ഷോഡശ കലകൾ എന്ന് പറയുന്ന 16 കലകളിലൂടെ പ്രവർത്തിച്ച് ദ്വാദശാന്തത്തിലെത്തി. അതായത് ശിരസിന്റെ മുകളിലേക്കുള്ള 12 വിരൽ ദൂരത്തിലേക്ക് ദ്വാദശാന്തത്തിലെത്തി നിങ്ങളെ പൂർണ്ണമായ ഒരു ശിവയോഗത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാനിരിക്കുന്നത് കൊണ്ടാണ് ജ്ഞാനമാല യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനമാല യോഗത്തിന് ആ ഉ മാ എന്ന 3 അക്ഷരങ്ങളെ ഷോഡശ പ്രക്രിയ വഴി, അതായത് 16 കലകളിലൂടെ എങ്ങനെ കടത്തി ഉള്ളിലേക്ക് കൊണ്ടുപോകുക എന്ന ഒരു ട്രെയിനിങ് പർപ്പസ്, അതായത് ഇതിനൊരു ധ്യാനമുറ ഇതിനുണ്ട്. അപ്പൊ അത് പ്രകാരം ഇത് നിങ്ങൾ അഭ്യസിച്ചാൽ നിങ്ങൾക്ക് ജ്ഞാനമാലായോഗം ഉണ്ടായി മോക്ഷപദത്തിലേക്ക്, അതായത് ഇനി ഒരു മോചനം, അതായത് ഇനി ഒരിക്കലും ജനിക്കാതിരിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് പോകാൻ കഴിയുമെന്ന് സിദ്ധവര്യന്മാര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം ആ ഒരു യോഗവിദ്യ ആരൊരാൾ അഭ്യസിക്കുന്നുവോ ആൾക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും മനസ്സിന്റെ ഏകാഗ്രതയും ഉണ്ടാക്കി ഇതെല്ലാം അനുഭവിച്ചിട്ട് പിന്നെ അവർക്ക് പൂർണ്ണമായിട്ടും സമാധി അവസ്ഥയിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ജ്ഞാനമാലായോഗത്തിന്റെ പ്രത്യേകത. അതിന് പ്രധാനമായിരിക്കുന്നത് ഓംകാരം എന്ന തത്വത്തെ നമ്മൾ മനസ്സുകൊണ്ടറിയുക, മനസ്സിന്റെ 4 തലങ്ങൾ കൊണ്ട്, അതായത് മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന 4 തലങ്ങൾ കൊണ്ട് ഓംകാര പ്രണവത്തെ, അതിന്റെ പൊരുളിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അതെങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് അപ്ലൈ ചെയ്യുക, അതെങ്ങനെ നമ്മുടെ 16 ചന്ദ്രകലകൾ എന്ന 16 കലകളിലൂടെ പ്രവേശിപ്പിക്കുക എന്ന് മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ച് ദീർഘകാലം നമുക്ക് ശരീരത്തോടുകൂടി ജീവിക്കുവാനും ശരീരം വിട്ടാൽ നമുക്ക് മറുജന്മം എടുക്കാതിരിക്കാനുമുള്ള അവസ്ഥകളെ നമുക്ക് ഉണ്ടാകുവാൻ കഴിയുന്ന യോഗവിദ്യയാണ് ജ്ഞാനമാലായോഗം എന്ന യോഗവിദ്യ. അപ്പൊ ഇതിലേക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ, മനസ്സുകൊണ്ട് നമ്മൾ സ്വയം ആർജിക്കുന്ന അറിവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും നമ്മൾ അതിനെ മനസ്സിലാക്കാനും നമ്മൾ അതിലേക്ക് തയ്യാറാകാനും വേണമെന്ന്. അപ്പൊ ഇതിന് ഒരു 2 സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ, യമ ആൻഡ് നിയമം. നമ്മൾ ആദ്യം അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണം, രണ്ടാമത് അതിന് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ പാലിക്കണം. ഇത്രയും പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലേക്കുള്ള ജ്ഞാനത്തെ നിങ്ങൾക്കൊരു മാല പോലെ പുറത്ത് നിങ്ങളുടെ ശ്വാസത്തോട് കലർത്തി നിങ്ങളുടെ ചക്രങ്ങളിൽ കൂടെ കൊണ്ടുവന്ന് 16 കലകളിലൂടെ സഞ്ചരിപ്പിച്ച് ശിരസിന്റെ മുകളിൽ ദ്വാദശാന്തത്തിലിരിക്കുന്ന ആത്മസ്വരൂപമായിട്ട് ലയിപ്പിച്ചുകൊണ്ട് മരണമില്ലാതെ, അതായത് നാശമില്ലാതിരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ബാക്കിയുള്ള വിഷയങ്ങൾക്കും താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുക. ഇതുവരയ്ക്കും നിങ്ങൾ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരം.